സുഹൃത്തുക്കളെ, വലിയൊരു ദുരന്തത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് നമ്മളിപ്പോഴും സംസാരിക്കുന്നത്. കേരളത്തിന് ഇത്രയും വലിയൊരു ദുരന്തം താങ്ങാൻ പറ്റുമോ എന്ന ചോദ്യം പോലും അവശേഷിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തിലേക്ക് കടക്കുന്നത്. വയനാട് ദുരന്തമുണ്ടായി. ഇനി നമ്മൾ ഏറ്റവും ആശങ്കയോടെ ആ, വല്ലാതെ പേടിച്ച് കഴിയുന്ന ഒന്നാണ് മുല്ലപ്പെരിയാർ ഡാം. മുല്ലപ്പെരിയാർ ഡാമിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി നിൽക്കുന്നത്. കഴിഞ്ഞ കുറേ കാലമായി നമ്മുടെ എല്ലാം മുന്നിൽ ഇടയ്ക്കിടെ ഉയർന്നു വരുന്ന വിഷയമാണ് മുല്ലപ്പെരിയാർ ഡാം. അത് കമ്മീഷൻ ചെയ്ത് അതിൻ്റെ കാലാവധി കഴിഞ്ഞൊരു ഡാം, ഒരു വലിയ ഡാം അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. തമിഴ്നാടും കേരളവുമായിട്ടുള്ള ഒരു കരാർ പ്രകാരമാണ് തമിഴ്നാടിന് വെള്ളം കൊണ്ടുപോകുന്നു. ഫലത്തിൽ തമിഴ്നാടിന് വേണ്ടിയുള്ള ഒരു ഡാമാണ് പക്ഷേ അത് ഏതെങ്കിലും തരത്തിലൊരു അപകടം സംഭവിച്ചാൽ തമിഴ്നാടിനൊന്നും സംഭവിക്കില്ല. കാരണം അതിൻ്റെ ഡാം നിലനിൽക്കുന്നത് കേരളത്തിലാണ്. കേരളത്തിലേക്കായിരിക്കും വെള്ളം ഒഴുകിയെത്തുക എന്നൊക്കെയുള്ളതാണ് പ്രശ്നം. നമുക്കറിയാം, ഏറ്റവും ഒടുവിൽ കോട്ടയം MP ആയ ഫ്രാൻസിസ് ജോർജാണ് കഴിഞ്ഞ ദിവസം ഈ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുകയും ഇരു സംസ്ഥാനങ്ങളുടെയും യോഗം വിളിച്ച് ഈ വിഷയം ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെടുകയും ചെയ്തത്. മാത്രവുമല്ല, കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായി ഇക്കാര്യത്തിൽ പ്രത്യേകം ചർച്ച നടത്തണമെന്ന ആവശ്യവും മുന്നോട്ട് വെച്ചു. ഇതിനു മുൻപ് തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പലരും ഇതല്ലാതെയും മുല്ലപ്പെരിയാറിനെ കുറിച്ച് പലതരത്തിലുള്ള ചർച്ചകൾ ഉയർന്നിരുന്നു. റസൽ ജോയി എന്ന ഇപ്പോഴും അഭിഭാഷകനായ മുല്ലപ്പെരിയാർ ഡാം പുതുക്കി പണിയണമെന്ന നിലപാടുമായി രംഗത്ത് നിൽക്കുന്ന ആളുടെ പ്രതികരണങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ പുറത്തു വരികയും ചെയ്തു. ആ ഡാം പുതുക്കി പണിഞ്ഞില്ലെങ്കിൽ, പുതിയ ഡാം വന്നില്ല എങ്കിൽ കേരളത്തിനുണ്ടാകാൻ പോകുന്ന വലിയ ദുരന്തത്തെക്കുറിച്ച് അദ്ദേഹം പലതവണ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഈ വിഷയത്തിൽ കേരളത്തിൻ്റെതായ യാതൊരു പ്രതികരണവും വന്നിട്ടില്ല ഏറ്റവും ഒടുവിൽ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെയും വന്നിട്ടില്ല, തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെയും വന്നിട്ടില്ല. അതായത് സർക്കാരുകളെല്ലാം ഇതിൽ ഉറക്കത്തിലാണ് എന്നുള്ളതാണ് എടുത്ത് പറയാൻ കഴിയുന്നത്. ഇതിനെക്കുറിച്ച് പഠിച്ച, ഈ ഡാമിൻ്റെ സുരക്ഷ സംബന്ധിച്ച് പഠിച്ച ജസ്റ്റിസ് KT തോമസ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഡാം സുരക്ഷിതമാണ് എന്നുള്ളതാണ്. പക്ഷേ കാലാവധി കഴിഞ്ഞൊരു ഡാം അത് സുരക്ഷിതമാണ് എന്ന് പറയുമ്പോൾ മറ്റു പല റിപ്പോർട്ടുകളും ഈ ഡാമിൻ ഉള്ളിലെ ചോർച്ചയടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പുറത്തു വരികയും ചെയ്തതാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് മുല്ലപ്പെരിയാർ ഡാം, പുതിയ ഡാം വേണം എന്ന ആവശ്യവുമായി വലിയ സമരങ്ങളും വിവിധയിടങ്ങളിൽ, ഇടുക്കിയിൽ ചപ്പാത്തിലടക്കം, ഏലപ്പാറ ചപ്പാത്തിലടക്കമുള്ള, ഇതൊരു ദുരന്തമുണ്ടായാൽ ഏറ്റവും ആദ്യം അഫക്റ്റ് ചെയ്യുന്ന മേഖലകളിൽ വലിയ ചർച്ചകളും ഉണ്ടായിരുന്നതാണ്. ഒരു ഉരുൾപൊട്ടൽ പോലെയല്ല മുല്ലപ്പെരിയാർ ഡാം, വലിയൊരു ജലബോംബായി നിൽക്കുകയാണ്. മുല്ലപ്പെരിയാർ ഡാം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. നിങ്ങൾ പലരും തേക്കടി ഡാമിലൂടെ സഞ്ചരിച്ചിട്ടുള്ളവരായിരിക്കും. അത് അവസാനിക്കുന്നത് മുല്ലപ്പെരിയാർ ഡാം വരെയുള്ള പ്രദേശത്താണ്. ആ പ്രദേശത്ത് എത്രമാത്രം വെള്ളമുണ്ട് എന്നുള്ളത്, അതായത് സാധാരണ ഒരു മലയിലുണ്ടാകുന്ന ഉരുൾ പൊട്ടിയാൽ എത്ര വരും എന്നൊക്കെയുള്ളത് നമ്മൾ പല ഘട്ടത്തിൽ പല രീതിയിൽ കാണുന്നുണ്ട്. വയനാട്ടിലുണ്ടായ വലിയ ദുരന്തം അത് 500-നും 600-നും ഒക്കെ മനുഷ്യരുടെ ജീവൻ എടുത്തെങ്കിൽ മുല്ലപ്പെരിയാർ ഡാമിനൊരു അപകടം സംഭവിച്ചാൽ എന്താകും എന്നത് വലിയ ചോദ്യം തന്നെയായി ബാക്കിയാകുകയാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളത്തിൻ്റെ നിലപാടിതാണ്: തമിഴ്നാടിന് വെള്ളം തരാം, കേരളത്തിന് സുരക്ഷിതത്വം വേണം, സുരക്ഷ വേണം എന്നുള്ളതാണ്. ജീവൻ വേണം, വെള്ളം തരാം എന്നുള്ളതാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തുണ്ടായ സമരത്തിൻ്റെ പ്രധാന മുദ്രാവാക്യവും അത് തന്നെയാണ്. അന്ന് PJ ജോസഫ് പറഞ്ഞത് എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം നിയമസഭയുടെ മീഡിയ റൂമിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത്. പക്ഷേ ഇപ്പോഴും നേതാക്കൾ പലപ്പോഴും മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്നൊരു നിലപാട് പറയുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് പോകാൻ കേരള സർക്കാർ കൂടി, കേരള സർക്കാർ ഡൽഹിയിൽ പോയി സമരം ചെയ്തതാണ്. നിങ്ങൾ നോക്കൂ, സാമ്പത്തികമായ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹിയിൽ പോയി സമരം ചെയ്ത ആളുകളാണ് കേരള സർക്കാർ. പക്ഷേ ഇത് കേരളത്തിൻ്റെ ആവശ്യമാണ്, മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണം എന്നുള്ളത്. പക്ഷേ എന്തുകൊണ്ടാണ് ഒരു കത്ത് പോലും സമീപകാലത്ത് അയച്ചതായി കാണുന്നില്ല? അതിനപ്പുറത്തേക്ക് തമിഴ്നാട് സഹകരിക്കുന്നില്ല എങ്കിൽ എന്തുകൊണ്ടാണ് അവിടെ ഡൽഹിയിൽ പോയൊരു സമരത്തിന് മുഖ്യമന്ത്രിയും പ്രതിപക്ഷവും എല്ലാം ഒരുമിച്ച് ഒരു സമരത്തിന് തയ്യാറാകാത്തത്? ഇതാ നോക്കൂ, തമിഴ്നാടിന് ഒരു കാരണവശാലും വെള്ളം
കൊടുക്കാതിരിക്കുന്ന പ്രശ്നമില്ല എന്നതാണ് കേരള നിലപാട്. അപ്പോൾ തമിഴ്നാടിനെ സംബന്ധിച്ച് ഇത് ബാധിക്കുന്നൊരു വിഷയമേ അല്ല. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ വിവിധയിടങ്ങളിൽ ചെറിയ ചെക്ക് ഡാമുകളും മറ്റ് ഡാമുകളൊക്കെ ഉണ്ടാക്കി കൂടുതൽ വെള്ളം അവിടേക്ക് സംഭരിച്ചോട്ടെ എന്നൊക്കെ പറയുന്ന നിലപാട് പോലും കേരളവും അല്ലെങ്കിൽ ഇപ്പോൾ CP റയോ പോലുള്ളവരൊക്കെ ആദ്യഘട്ടത്തിൽ സമരരംഗത്തുണ്ടായിരുന്ന പലരും പിന്മാറിയവർ പോലും അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ കേരള സർക്കാരിന് എത്ര താല്പര്യമാണുള്ളത്? കേരള സർക്കാർ ഒരു വലിയ സമ്മർദ്ദ ശക്തിയാകാതെ ഇതിലേതെങ്കിലും തരത്തിലുള്ള ഒരു എന്താ പറയുക ഗുണകരമായ നിലപാട്, ഇപ്പോൾ സുപ്രീം കോടതിയുടെയൊക്കെ മേൽനോട്ടത്തിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ പലതും ഉള്ളത്. പക്ഷേ അവിടെയൊക്കെ കേസ് വേണ്ട രീതിയിൽ വിജയിക്കാനും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു അനിശ്ചിതത്വവും ജനങ്ങളുടെ മനസ്സിൽ വലിയ ആശങ്കയും നിൽക്കുന്നൊരു വിഷയം കൂടിയാണ്. ഇപ്പോൾ ഇതാ നോക്കൂ, മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും വലിയ സുഹൃത്തുക്കളാണ്. പക്ഷേ അവരെന്തുകൊണ്ട് ഇക്കാര്യത്തിലൊരു ചർച്ച നടത്തി ഈ പ്രശ്നപരിഹാരത്തിന് വേണ്ടി ശ്രമിക്കുന്നില്ല? അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ ഭയപ്പെടേണ്ട, ഇത് സുരക്ഷിതമാണ് എന്ന് പോലും കേരളം പറയുന്നില്ല. കേരളം എല്ലാ ബജറ്റിലും മുല്ലപ്പെരിയാറിൽ പുതിയ ഡാമിന് വേണ്ടി ഒരു ടോക്കൺ എമൗണ്ട് വെക്കുന്നു എന്നതും പുറത്ത് കാണുന്നുണ്ട്. അതായത് പൊതുവെ ജനങ്ങളെ യഥാർത്ഥത്തിൽ പറ്റിക്കുകയാണ്. ഞങ്ങളൊരു ഡാം ഉണ്ടാക്കുമെന്ന് പറയുന്നത് വെറുതെയാണ് എന്ന് തോന്നിപ്പോവുകയാണ്. അതിന് ആത്മാർത്ഥമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനുമായി കൂടുതൽ ഇത്രയും സൗഹൃദ അന്തരീക്ഷമുള്ളപ്പോൾ അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി ഒരു ചർച്ചയിലേക്ക് പോയേനും. തമിഴ്നാട് CPM-ഉം DMK-യും തമ്മിൽ വലിയ ബന്ധമാണ്. DMK വലിയ വോട്ടിന് ജയിച്ച മണ്ഡലം ഡിണ്ടിഗലാണ് എന്നാണ് ഓർമ്മ. ലോക്സഭാ മണ്ഡലം CPM-ന് കൊടുക്കുക പോലും ചെയ്തു അവിടെ. അപ്പോൾ അത്രയധികം വലിയ വിശ്വാസ്യത പരസ്പരമുണ്ട്. ഈ കാലത്ത് ഇനി നടന്നില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ഇനി നടക്കേണ്ടത്? അവിടെയാണ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട എന്താ പറയുക ഒരു സംശയമായി വരുന്നത്, എത്രത്തോളം താല്പര്യമാണ് ഈ വിഷയത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് ആദ്യം ഉള്ളത് എന്നുള്ളതിന്. സംസ്ഥാനത്തിൻ്റെ തന്നെയാണ് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. ഇവിടെ വയനാട് പോലുള്ളൊരു പ്രദേശത്ത് ഒരു ദുരന്തമുണ്ടാകുമ്പോൾ പല പ്രത്യാരോപണങ്ങളും വരുന്നുണ്ട്. പക്ഷേ അവിടെ നമ്മൾക്ക് തുടർ ദുരന്തങ്ങൾ ഈ നാട്ടിലുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അതുണ്ടാകുമ്പോൾ ഉരുൾപൊട്ടൽ ഇനിയായാലും ഉണ്ടാകും. പക്ഷെ അതിൽ ജനങ്ങളെ ബാധിക്കാതിരിക്കാനുള്ള നടപടികൾ എടുക്കേണ്ടതല്ലേ? പക്ഷെ അതൊന്നും ഉണ്ടാകാത്തപ്പോൾ ജനസുരക്ഷ എന്നുള്ളത് സർക്കാരിന് വലിയ കാര്യപ്പെട്ട ഒരു വിഷയമായി മാറുന്നില്ലേ എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. എന്തായാലും മുല്ലപ്പെരിയാർ മനുഷ്യൻ്റെ ഉറക്കം കെടുത്തുകയാണ്. മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ അത് എവിടേക്കൊക്കെ ഒഴുകുമെന്ന് പോലും പറയാൻ പറ്റില്ല. ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവൻ ഒരുപക്ഷെ പോയേക്കാം. ഇപ്പോൾ വയനാട്ടിലാണ് കേരളത്തിലെ ഏറ്റവും വലിയൊരു ദുരന്തമുണ്ടായി എന്ന് പറയുമ്പോൾ ഏതാണ്ട് 600ഓളം മനുഷ്യരുടെയെങ്കിലും എണ്ണം അവിടേക്ക് എത്തിയേക്കാം, കാണാതായവരുടെ കൂടി കണക്ക് കൂട്ടുമ്പോൾ. അങ്ങനെ വരുമ്പോൾ മുല്ലപ്പെരിയാർ എത്രയോ ഭീകരമാകും എന്നത് ഈ സമയം പറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോൾ പറയാനാണ്? എന്തായാലും സംസ്ഥാന സർക്കാരിൻ്റെ വലിയ ഉത്തരവാദിത്വമുണ്ട്. സംസ്ഥാന സർക്കാർ ഇടപെടണം എന്നാണ് ഇപ്പോഴും നമുക്ക് പറയാനുള്ളത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യണം, നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. നന്ദി.